ഹലോ ഗൈസ്, നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അങ്ങനെ എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഈ സാമ്പാർ എന്നല്ലേ നിങ്ങളിപ്പോൾ ഈ പറയുന്നത്. സത്യമാണ് ഗൈസ്, ഇത്രയും പച്ചക്കറികൾ ഒരുമിച്ച് അരിഞ്ഞെടുക്കണമെങ്കിൽ എത്ര സമയം വേണം എന്നല്ലേ. പക്ഷേ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആകുന്നേ. എനിവേസ്, നമുക്ക് സാമ്പാറിലേക്ക് പോകാം. കുറച്ച് അലങ്കാര പരിപാടികൾക്കായിട്ട് വേറെ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ എന്തായിരുന്നു കറിവേപ്പില, 2 വറ്റൽമുളക്, ഇങ്ങനത്തെയുള്ള ഐറ്റംസ് വേറൊരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ടൊരു കുക്കർ എടുക്കുക. അതായത് ഇത്രയും പച്ചക്കറികളും സാധനങ്ങളൊക്കെ കൊള്ളുന്ന വലിപ്പമുള്ളൊരു കുക്കർ എടുത്തിട്ട് ഞാൻ ഈ ഒരു അടപ്പളവിനാണ് നമ്മുടെ പരിപ്പ് എടുക്കുന്നത്. സാമ്പാർ പരിപ്പാണ് കേട്ടോ. കുറച്ച് അധികം കുറുകിയിരിക്കണം സാമ്പാർ എന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ പരിപ്പെടുക്കുക. ഇനി കുറച്ച് പൊടി അങ്ങോട്ട് വിതറുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുക. പിന്നെ എന്തായിരുന്നു, ആവശ്യത്തിന് ഉപ്പും. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇപ്പം ചേർക്കണ്ട. ഈ വഴുവഴുപ്പുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എണ്ണയിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ പിന്നീട് നമുക്ക് വേറെ എണ്ണയിൽ വഴറ്റിയെടുക്കാം. അതല്ലാതെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കുക്കറിൽ, നല്ല കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേവിന്റെ പാകം അനുസരിച്ചിട്ട് സമയമൊക്കെ നോക്കി വേവിച്ചെടുക്കുക. മറന്നു ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു പച്ചമുളകും കൂടെ ചേർത്തേക്കുക കേട്ടോ. എരി ആവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ ഇവരെല്ലാവരും ഇവിടുന്ന് വേവുന്ന സമയത്ത് നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാലോ, നമ്മൾ കുറച്ച് പച്ചക്കറികൾ നേരത്തെ മാറ്റി വെച്ചല്ലോ, പിന്നെ കുറച്ച് അലങ്കാരത്തിനുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വായി നോക്കാൻ പോയാൽ ഇതിങ്ങനെ ഇന്ന് പുകയും. അമ്മേ, മൊത്തത്തിൽ വെടിയും പുകയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. അപ്പോൾ വെണ്ടയ്ക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റണം. അപ്പോൾ ഇനി ബാക്കി പൊടി അങ്ങോട്ട് വിതറിയാലോ. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി വീണ്ടും ചേർക്കുക. അതിലേക്ക് ഒരല്പം കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്കാണ് ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളി ചേർത്ത് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ അരപ്പൊന്നും ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്കായും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുരിങ്ങയ്ക്ക നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ എനിക്കെപ്പോഴും അതിങ്ങനെ ആ ഒരൊറ്റ വിസിലാണെങ്കിലും അതിങ്ങനെ ഇളകി പോകും. അപ്പോൾ എനിക്കങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ചേർക്കാഞ്ഞത്. ഞാൻ ഓർത്തു ഇതിനകത്ത് ചേർക്കുമ്പോൾ ആ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും. ഇനിയാണ് നമ്മുടെ സാമ്പാറിന്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതെ, കായം. കായപ്പൊടി ചേർക്കുന്നതിനേക്കാളും കായം ഇങ്ങനെ കട്ടയ്ക്കുള്ളത് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ കുക്കറിലുള്ള പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഗ്രേവിയും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് വെണ്ടയ്ക്കയും മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ അങ്ങോട്ട് സെറ്റായി. പിന്നെ വേണമെങ്കിൽ ഒരല്പം ശർക്കര പൊടി അല്ലെങ്കിൽ പഞ്ചസാര, അതായത് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഇത്തിരി ശർക്കര പൊടി ചേർക്കാറുണ്ട്. പേര് സാമ്പാർ എന്നാണെങ്കിലും തെക്കൻ വടക്കൻ സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലരതിൽ വറുത്തരച്ചിട്ട് സാമ്പാർ വയ്ക്കാറുണ്ട്, ചിലർ തേങ്ങ അരച്ചിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. എനിക്ക് സാമ്പാറും ഗീ റോസ്റ്റും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു ഗീ റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.